ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തലേദിവസം രാവിലെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് അരയ്ക്കാനുള്ളതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും അല്ലേ. അപ്പോൾ ഇനി അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ നമുക്കത് മടിയാവും. അപ്പോൾ എന്താ ചെയ്താൽ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. അപ്പോൾ ഇനി അങ്ങനെയൊന്നും വേണ്ട, നമുക്കിത് മിക്കവർക്കും അറിയായിരിക്കും കേട്ടോ അത്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. തലേദിവസം രാത്രിയാണ് ഞാൻ 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ചത്. പിറ്റേ ദിവസം പെട്ടെന്നുള്ളൊരു പലഹാരം ഉണ്ടാക്കാൻ കേട്ടോ പോണത്. 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടി ചോറ് കൂടുതലെടുക്കുക. ഇതിലേക്ക് ലേശം ഉള്ളി, ഇത്തിരി ജീരകം ഇട്ടിട്ട് നല്ല നമ്മൾ ദോശമാവ് ഉണ്ടല്ലോ അതേപോലെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. അതിൻ്റെ കട്ടി വേണം. ഇതിനെ അരച്ചിട്ട് വരാം. ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ലോണം അരയണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായക്കും കൂടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ഇത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഓയിലിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുക, എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ അത് പൊന്തി വരില്ല. ഓരോ കയ്യിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മാവ് ഒഴിച്ചു കൊടുക്കാം. പൊന്തി വന്നതിന് ശേഷം വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറിച്ചിടണ്ട, ഇതുപോലെ തന്നെ കോരിയെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് മറിച്ചിടണം കേട്ടോ. ഇതിപ്പോൾ മിക്കവർക്കും അറിയട്ടോ, അറിയണ തന്നെയാണ് ഞാൻ ചെയ്യണത്. പക്ഷെ ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഇത്രയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് ഇത്രയ്ക്ക് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പൊടി മുറിച്ച് കാണിക്കട്ടോ. നല്ല സ്വാദനം. ഇപ്പോൾ കറിയൊന്നും വേണ്ട, എന്നാലും കഴിക്കട്ടെ, തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ 4 മണിക്ക് കഴിച്ചു നോക്കുക, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഒരു കറി തയ്യാറാക്കണം കേട്ടോ. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങും, ഒരു സവാളയും, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. പറയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളം കുറവാണെങ്കിൽ പാകത്തിന് നമ്മൾ എത്ര കറി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എനിക്ക് നാളികേരം ചെരുകാനും പാലെടുക്കാനും നേരമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, മുളക് പൊടി. നമ്മൾ ഈ ഉരുളക്കിഴങ്ങിക്ക് എത്ര കുറച്ച് രാവിലത്തെ പലഹാരത്തിനൊക്കെ നമുക്ക് ലേശല്ലേ എരിവൊക്കെ ആവശ്യമുള്ളൂ. പച്ചക്കറിക്ക് എപ്പോഴും മുളക് പൊടിയൊക്കെ കുറച്ചല്ലേ ടേസ്റ്റ് വരിക, കൂടുതലായ ടേസ്റ്റ് വരില്ല. ഇപ്പോൾ ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ലോണം മൂത്ത് നല്ല മണം വരുമ്പോൾ കറിയിലേക്ക് എടുത്ത് ഒഴിക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. മിക്കതും എൻ്റെ കറികൾ ഇങ്ങനെയാണ്. ഇതാണ് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. പറയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ, അറിയാത്തവർ മാത്രം. ഇത് വേണമെങ്കിൽ ചീഞ്ചട്ടിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടാം, അല്ലെങ്കിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഉടച്ചു കൊടുക്കുക കേട്ടോ. ഉടച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. പിന്നെ മല്ലിയുടെ ഇലയാണ് വേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയുടെ ഇല ഉണ്ടായില്ല, അപ്പോൾ ഞാൻ ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ഈ സമയത്ത് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്താൽ രുചി കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നേരില്ലാത്തതാണ്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും നാളികേരപ്പാൽ ഒഴിച്ചാലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.